സാർ, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായുള്ള ചർച്ചകൾ പലയിടങ്ങളിലും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ഒരു മൂന്നാം മുന്നണി എന്ന നിലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രകടനം എങ്ങനെയായിരിക്കും? ഈ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പാർട്ടിയും, അതായത് BJPയും സംസ്ഥാനത്തെ രാഷ്ട്രീയ നിരീക്ഷകരും ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് കണ്ടെത്തിയത് ഇവർക്ക് കേരളത്തിൽ ഒരു 11 മുതൽ 15 സീറ്റ് വരെ നേടാൻ കഴിയും. ആ കണക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനവും 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനവും നേടിയ മണ്ഡലങ്ങൾ. 13 മണ്ഡലങ്ങളിൽ BJP മുന്നിലെത്തി എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് 6 A ക്ലാസ് മണ്ഡലങ്ങളുണ്ടായിരുന്നു. 6ഉം പിന്നെ ഒരെണ്ണം കൂടെ വന്നു. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ കൊടുത്തപ്പോൾ അത് A ക്ലാസ് മണ്ഡലത്തിലേക്ക് കയറി. അത് A ക്ലാസ് മണ്ഡലത്തിലോട്ട് വന്നതേ അല്ല. അവിടെ 3ാം സ്ഥാനത്താണെങ്കിൽ പോലും അല്ലേ, ഒപ്പത്തിനൊപ്പമാണ് 2ാം സ്ഥാനം, അങ്ങനെ അടുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയത്തോടടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് കണക്ക് കൂട്ടിക്കൊണ്ടാണ് BJP പലതരത്തിൽ പ്രവർത്തനം നടത്തുന്നത്. അവർക്കിപ്പോൾ ഒരു മാസ്റ്റർ പ്ലാനുണ്ട്. പക്ഷേ എന്ത് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഈ വിഭാഗീയത ഇതൊക്കെ നിൽക്കണം. പിന്നെ സംസ്ഥാന നേതൃത്വത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ ഉടനെ കേന്ദ്രം ഇടപെട്ട് ചെയ്തു തീർക്കണം. ഇതൊക്കെ വന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അതിൻ്റെ ഫലം എപ്പോഴും 2 തരത്തിലായിട്ടാണ് കാണുന്നത്. നമ്മൾ കേരളത്തിൽ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പും വേറെ തരത്തിലാണ്. അപ്പോൾ ഈ 11 മുതൽ 15 വരെ എത്ര രീതിയിൽ പ്രാവർത്തികമാകും എന്നുള്ളതും പിന്നെ കണ്ടറിയേണ്ട കാര്യമാണ്. അതുപോലെ 2024 ഏപ്രിൽ മെയ്യിലാണ് ഇലക്ഷൻ നടന്നത്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2026 ഏപ്രിൽ മെയ് ആണ്. ഇനിയും 10-15 മാസം ബാക്കി നിൽക്കുന്നു. എന്തെല്ലാം രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കണം. അതിന്റെ നടുക്ക് തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എത്ര BJPക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. 11 മുതൽ 15 വരെ നേടുമെന്ന് പറയുന്നത് ചിലപ്പോൾ അതിന് താഴെയാകാം, ചിലപ്പോൾ അറിയത്തില്ല. ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് BJPക്ക് മുന്നേറ്റം ഉണ്ടായാലും അതിലും അത്ഭുതപ്പെടാനില്ല. കാരണം UDF വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പിന്നെ BJP എന്ന് പറയുന്ന ഈ മുന്നണിയെ, NDA മുന്നണിയെ ഈ കേരളത്തിലെ മറ്റ് 2 മുന്നണികളും ഒരേപോലെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് CPMന് നല്ല ഒരു അന്താളിപ്പ് ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ കോൺഗ്രസിനും അത്തരത്തിലുള്ള ഭയം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഇവർക്ക് നേടാവുന്ന ഒരു 5 മണ്ഡലം ഞാൻ പറയാം. അപ്പോൾ 11 മുതൽ 15 വരെ അത് ഒരു രാഷ്ട്രീയ കണക്കാണ്. ഇവിടെ ഒരു 15 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലം. മഞ്ചേശ്വരത്ത് നമുക്കറിയാം സുരേന്ദ്രൻ മത്സരിച്ച ഇടമാണ്. സുരേന്ദ്രൻ തന്നെ മത്സരിക്കട്ടെ അവിടെ 2026. അതിന്റെ കൂടെ വേറെ എങ്ങും പോയി മത്സരിക്കരുത്. 2016 തെരഞ്ഞെടുപ്പിൽ വെറും 89 വോട്ടിനാണ് സുരേന്ദ്രൻ. അതിനോടൊപ്പം തന്നെ എവിടെ പോയി മത്സരിച്ചു അല്ലേ? കോന്നിയിൽ. 2021 അല്ലെ 19 ലോക്സഭ 21. അപ്പൊ ഈ ഒരേ സമയം ഈ 2 ഇടത്ത് പോയി മത്സരിക്കും. വിമാനത്തിലൂടെയുള്ള യാത്ര, ഹെലികോപ്റ്റർ. ഇപ്പൊ അന്ന് മത്സരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ എന്തോ അങ്ങ് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി അങ്ങ് 2 മത്സരിച്ച് അങ്ങ് മുന്നേറുകയാണെന്ന് തോന്നുന്നു. ഒരു സീറ്റ് പോലും ഇല്ല, മരുന്നിന് ഒരു സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടിയാണ് ഒരു സ്ഥാനാർത്ഥി 2 മത്സരിക്കുന്നത്. മഞ്ചേശ്വരത്ത് തന്നെ ഉറപ്പിക്കുക. മഞ്ചേശ്വരം BJPക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കർണാടകയോടെ ചേർന്ന് കിടക്കുന്ന, അത് KG മാരാരുടെ കാലം മുതലേ ഉള്ളതാണ്. പിന്നെ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ് മഞ്ചേശ്വരം. അതുകൊണ്ട് കൂടുതൽ സാധ്യത നിൽക്കുന്നുണ്ട്. ഇനി അടുത്തത് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നമുക്കറിയാം പിന്നെ സുരേഷ് ഗോപി നേടിയെടുത്ത വിജയം, അത് നിലനിർത്തിക്കൊണ്ട് പോവുക. സുരേഷ് ഗോപി ഇപ്പോഴും മണ്ഡലത്തെ നന്നായി നോക്കുന്നുണ്ട്. അത് BJPക്ക് അനുകൂലമായിട്ട് മാറും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണം. അവിടെ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടുമുണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ, സുരേഷ് ഗോപി അവിടെ മണ്ഡലം എല്ലാ മതസ്ഥരെയും കൈക്കുമ്പിളിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്.
അത് തുടരുകയാണ്. അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോയാൽ ശോഭാ സുരേന്ദ്രൻ കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കൊടുത്താൽ ആ മണ്ഡലം പിന്നീട് പിടികിട്ടാത്ത രീതിയിൽ പോകും. ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാം ഇറങ്ങുന്നിടം തന്നെ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ യാതൊരു പ്രയാസവും കൂടാതെ ജയിക്കാം. നേരത്തെ തന്നെ നമ്മൾ പറയുന്നുണ്ട് UDFിൽ നിന്ന് തൃശ്ശൂരിൽ ആരാ മത്സരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. BJPയിൽ നിന്ന് പോയ കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ ആയിരിക്കും മത്സരിക്കുക എന്ന് പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യരൊന്നും അവിടെ നിന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. പിന്നെ UDFിൽ നിന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ സുധീരന് സാധ്യത ഉണ്ട്. സുധീരൻ പണ്ട് മത്സരിച്ച് ഉള്ള ഇടം കൂടിയാണ്. ഇപ്പോൾ സജീവമായ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ലല്ലോ. ഇല്ല, പക്ഷെ ഇപ്പോൾ ഡൽഹിയിലെ മുൻ KPCC അധ്യക്ഷന്മാരെയൊക്കെ വിളിച്ചപ്പോൾ സുധീരൻ പോവുകയും ഏറ്റവും ഇതുപോലൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് എന്തായിരുന്നു നമുക്കും അറിയത്തില്ല. അപ്പോൾ മഞ്ചേശ്വരം 1, 2, തൃശ്ശൂര് 3, നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. നേമം ഇവർക്ക് തിരിച്ചു പിടിക്കാം. 2016 കിട്ടിയ കൈനീട്ടമാണ് 2021 കൊണ്ടുപോയി CPMന്റെ വായിൽ വെച്ച് കൊടുത്തു. കയ്യിലിരുന്നത് കളഞ്ഞ പാർട്ടിയാണ് BJP. ദേശീയ തലത്തിൽ നമ്മൾ നോക്കണം, 1, 2 സീറ്റുമായിട്ടാണ് ആദ്യം പാർലമെന്റിൽ ഇരിക്കുന്നത്. അവിടെ നിന്നുള്ള പ്രവർത്തനമാണ് മുമ്പോട്ട് പോയി ഇന്ന് വൻ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നത്. 3ാം തവണ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷമൊക്കെ ഭയന്ന് നിൽക്കുന്നുണ്ട്. ഇടതുപക്ഷം ഭയക്കുന്നുണ്ട്. അപ്പം ഈ ഇവിടം നേമം മണ്ഡലം ഇവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. നേമം മണ്ഡലത്തിലെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഒരു വലിയ ഓളം സൃഷ്ടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ വികസനം എന്നിലൂടെ നടപ്പിലാക്കാം, BJP സർക്കാരിലൂടെ നരേന്ദ്രമോദിയിലൂടെ നടപ്പിലാക്കാം എന്ന് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ വോട്ടർമാരോട് പറഞ്ഞു. തിരുവനന്തപുരത്തുകാർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. 3ാം തവണയും മോദി അധികാരത്തിൽ വരും, രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ മന്ത്രിയാകും, തിരുവനന്തപുരത്തിന് വലിയ നേട്ടമുണ്ടാകും എന്ന്. ഈ മന്ത്രി ആയില്ലെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖർ ഇവിടം കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. പലതരത്തിലുള്ള നേട്ടങ്ങളും ഒരുപക്ഷെ തിരുവനന്തപുരത്തിന് ഉണ്ടാകാം. ഇനി രാജീവ് ചന്ദ്രശേഖരനെ നേമത്ത് ഇറക്കുക. നേമത്ത് BJP ആ പാർലമെന്റ് ഇലക്ഷനിൽ മുന്നേറ്റം ഉണ്ടായിരുന്നു. അത് രാജീവ് ചന്ദ്രശേഖരന് വളരെ നിഷ്പ്രയാസം തിരികെ പിടിച്ചെടുക്കാൻ സാധിക്കും. കേരളത്തിൽ BJPക്ക് അതിലൂടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും സാധിക്കും. 21 നഷ്ടപ്പെട്ട മണ്ഡലം രാജീവ് ചന്ദ്രശേഖറിലൂടെ തിരിച്ചു പിടിക്കുക. പിന്നെ വട്ടിയൂർക്കാവ് നേരത്തെ നോട്ടം ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. കുമ്മനം രാജശേഖരനൊക്കെ മത്സരിച്ച ഇടമാണ്. വട്ടിയൂർക്കാവ് മണ്ഡലം രൂപീകൃതമാകുന്ന ഈ സമീപകാലത്താണ്. അന്ന് അവിടെ ആദ്യം ജയിക്കുന്നത് മുരളീധരനാണ്. മുരളീധരനെതിരെ LDFിൽ നിന്ന് മത്സരിച്ചത് ചെറിയാൻ ഫിലിപ്പാണ്. ചെറിയാൻ ഫിലിപ്പ് അന്ന് LDFിലായിരുന്നു. ചെറിയാൻ ഫിലിപ്പിനെ വെറും ചാവേറായിട്ടന്ന് നിർത്തിയതാണ്. ചെറിയാൻ ഫിലിപ്പിനെ LDF പലയിടത്തും ചാവേറായി നിർത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ നിർത്തിയിട്ടില്ലേ പുതുപ്പള്ളിയിലെ? ഇതൊക്കെ ചെറിയാൻ ഫിലിപ്പിന് മനസ്സിലായി. അതൊക്കെ സഹികെട്ടാണ് പിന്നിങ്ങി പോകുന്നത്. അപ്പോൾ ചെറിയാൻ ഫിലിപ്പാണ് അന്ന് മത്സരിച്ചത്. ആ സമയത്ത് കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് മത്സരിച്ച TN സീമ പോലും 3ാം സ്ഥാനത്തേക്ക് പോയി അവിടെ. അപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലം ഈ ഒരു ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഇടമാണ്. അപ്പോൾ അവിടെ ഈ വേണമെന്നുണ്ടെങ്കിൽ വട്ടിയൂർക്കാവിലെ ഇവിടെ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള ഇറക്കാം. അപ്പൊ ഗവർണറല്ലേ എന്ന് ചോദിക്കാം. ഗവർണറായിരുന്ന കുമ്മനം രാജശേഖരനെ മിസോറാമിൽ നിന്ന് തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിപ്പിച്ചില്ലേ? അതുപോലെ ശ്രീധരൻ പിള്ളയെ വട്ടിയൂർക്കാവിലേക്ക് കൊണ്ടുവരിക. അവിടെ നായർ വോട്ടുണ്ട്, ഇഴവ വോട്ടുകൾ അത്രയില്ല, നായർ വോട്ടുണ്ട്. ഈ പെരുന്നയുമായിട്ട് നല്ല ബന്ധമാണ് ശ്രീധരൻ പിള്ളയ്ക്കുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ അനുകൂല ഘടകമാക്കി മാറ്റാൻ കഴിയും. അപ്പം 4 മണ്ഡലം പറഞ്ഞു: മഞ്ചേശ്വരം, തൃശ്ശൂര്, നേമം, വട്ടിയൂർക്കാവ്. ഇനി അടുത്തത് പറയുന്നത് കാഞ്ഞിരപ്പള്ളി മണ്ഡലം. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തില് കത്തോലിക്ക സഭ, കത്തോലിക്കര്, നായർ, ഈഴവ വോട്ടുകളുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലേക്ക് നമ്മുടെ PC ജോർജിനെ ഇറക്കുക. PC ജോർജിന് ഇവരെല്ലാവരുമായിട്ടൊക്കെ തന്നെ നല്ല ബന്ധമാണ് ഉള്ളത്. പൂഞ്ഞാറിൻ്റെ സമീപം തന്നെയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ ഇവർക്ക് ഈ മണ്ഡലം പിടിച്ചെടുക്കാനായിട്ട് PC ജോർജിലൂടെ സാധിക്കുകയും ചെയ്യും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് കേരള കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ BJP
ഈ ഒരു വലിയ മുന്നേറ്റമായിരിക്കും ഈ 5 മണ്ഡലങ്ങളിലൂടെ നേടിയെടുക്കാൻ പോകുന്നത്. PC ജോർജിന് ഒരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് BJP കിട്ടുന്ന ഒരു വലിയ നേട്ടം തന്നെയായിരിക്കും. ഈ രീതിയിൽ ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 5 മണ്ഡലങ്ങളും കഴിഞ്ഞിരിക്കും. പിന്നെ കിട്ടുന്നതൊക്കെ ഈ പറഞ്ഞതുപോലെ അവരുടെ ആദ്യ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും. അങ്ങനെ നല്ല സ്ഥാനാർത്ഥികളെ, ഈ പറഞ്ഞ രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കി കഴിഞ്ഞാൽ 5 സീറ്റ് BJPക്ക് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.